എത്ര എത്ര തവണ വീഡിയോ ചെയ്താലും അല്ലെങ്കിൽ എത്ര എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു താരമാണല്ലോ നമ്മുടെ ലിയോണൽ മെസ്സി. കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അതുതന്നെയാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം. എന്ന് മുതൽ ബൂട്ട് കെട്ടൽ തുടങ്ങിയോ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ റെക്കോർഡുകൾ എണ്ണിത്തുടങ്ങി എന്നുള്ളതാണ്. ബാഴ്സലോണയിലാണെന്നുണ്ടെങ്കിലും അർജൻറ്റീനയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അദ്ദേഹം ടീമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഓരോ മത്സരങ്ങളിലും ഇറങ്ങുമ്പോൾ അദ്ദേഹം ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഓരോരോ മറ്റുള്ള താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് അദ്ദേഹം മറ്റുള്ള താരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അദ്ദേഹം കളത്തിലിറങ്ങിയത് മുതൽ കണ്ടു തുടങ്ങിയത്. ബാഴ്സലോണയിലെത്തി ഓരോ റെക്കോർഡുകളും മറികടന്ന് ബാലൺ ഡിയോർ ഉൾപ്പെടെ ഉള്ള ഓരോ നേട്ടങ്ങളും സ്വന്തം പേരിൽ കുറിച്ച് അവസാനം രാജ്യത്തിന് വേണ്ടിയിട്ട് ട്രോഫി നേടുന്നില്ല എന്നുള്ള പരാതികൾ പറഞ്ഞ ആളുകൾക്ക് അടിച്ച് അണ്ണാക്കിൽ കൊടുത്തു എന്ന് പറഞ്ഞ മാതിരി നല്ലോണം കൊടുത്തിങ്ങാണ്ട് ഇപ്പോൾ 3-4 ട്രോഫി നേടിങ്ങാണ്ട് ഇപ്പോൾ അദ്ദേഹം കരിയറിൽ ദ കംപ്ലീറ്റ് ഫുട്ബോളർ എന്നുള്ള നെയിമിൽ നിൽക്കുകയാണ്. 4 ട്രോഫിയാണ് അർജൻറ്റീന നാഷണൽ ടീമിന് ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വർഷങ്ങളിൽ കിട്ടിയത്. ബ്രസീലിനെ തോൽപ്പിച്ച് അതിപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം മെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവരെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന, ചിലപ്പോൾ നമ്മുടെ കേരളത്തിന് മാത്രമായിരിക്കാം എങ്കിലും അർജൻറ്റീനയുടെ കരുത്തരായിട്ടുള്ള എതിരാളികൾ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു രാജ്യാന്തര ട്രോഫികളുടെ അരങ്ങേറ്റത്തിന് തുടക്കം കുറിച്ചത്. കോപ്പ അമേരിക്കയിൽ ഫൈനലിൽ ഏഞ്ചൽ ഡി മരിയയുടെ എഡേഴ്സനെ കബളിപ്പിച്ചിട്ടുള്ള ഒരു 1.5 ഗോളോട് കൂടി അവർ രാജ്യാന്തര ട്രോഫിയിലേക്കുള്ള വരവ് തുടക്കം കുറിച്ചു. അതിനുശേഷം വേൾഡ് കപ്പ് ഫൈനലിസമാണ്, വീണ്ടും കോപ്പ അമേരിക്ക, അങ്ങനെ 3-4 ട്രോഫി കണ്ടിന്യൂസ് ആയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് മെസ്സി കളിക്കുന്നില്ല, രാജ്യത്തിന് വേണ്ടിയിട്ട് മെസ്സി ഒന്നും നേടുന്നില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സി അർജൻറ്റീന ഫാൻസിനെയൊക്കെ കളിയാക്കി നടന്നിരുന്ന ബ്രസീൽ ഫാൻസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് അല്ലെങ്കിൽ മറ്റുള്ള ടീമുകളുടെയും താരങ്ങളുടെയും ഫാൻസിനൊക്കെ നല്ലോണം ഒന്നും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറുപടി ഇപ്പോൾ അവർക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ലെവലിലാണ് ഇപ്പോൾ അർജൻറ്റീനയുടെയും മെസ്സിയുടെയും ഒക്കെ ലെവൽ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാവും മെസ്സിക്കൊക്കെ ഒരു കഴിഞ്ഞ ഫസ്റ്റത്തെ രാജ്യാന്തര ട്രോഫി കിട്ടുന്നതിന് മുന്നേ അദ്ദേഹം എന്ത് നേടിയാലും ബാലൺ ഡിയോർ നേടിയാലും ഫിഫ ബെസ്റ്റ് പ്ലെയറോ അല്ലെങ്കിൽ എന്ത് നേട്ടമോ ആയിക്കോട്ടെ, കഴിഞ്ഞ ക്ലബിലായിക്കോട്ടെ അർജൻറ്റീനക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, എന്ത് തന്നെ നേടിയാലും അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ഈ ഒരു രാജ്യാന്തര ട്രോഫി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം. എന്ത് പറഞ്ഞാലും അതിനുള്ള ഒറ്റൊരു മറുപടി ആക്കാം, മെസ്സിക്ക് എന്താ അത്രയും വലിയ താരമായിട്ട് എന്താ അർജൻറ്റീനക്ക് ഒരു കപ്പ് എടുത്ത് കൊടുക്കാത്ത, ക്ലബ്ബ് പ്രൊഡക്റ്റാണ്, ക്ലബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, രാജ്യമല്ല ആദ്യം ഉണ്ടായത്, അവിടെയല്ല ജനിച്ചു വളർന്നത്, അങ്ങനെ ഓരോരുത്തരെ പറയുന്നിട്ട് ചെറിയും വരും. അങ്ങനെയുള്ള ഒരുപാട് കളിയാക്കൽ. അതിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നെയ്മർ മീൻസ് അതായത് മെസ്സി, നെയ്മർ, റൊണാൾഡോ ആ ഒരു ത്രിമൂർത്തികളാണല്ലോ ഈ ഒരു നിലവിൽ സാഹചര്യത്തിൽ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നെയാണ് ഇപ്പം അങ്ങനെ കരിയറിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിലൂടെയാണ് എല്ലാ താരങ്ങളും. കുറച്ച് മുന്നേയൊക്കെ ഇങ്ങനെ കത്തിത്തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്തൊക്കെ 3 താരങ്ങളുടെയും ഫാൻസാണല്ലോ ഫൈറ്റ് ഉണ്ടാവുക. അന്ന് നെയ്മർ ആണെന്നുണ്ടെങ്കിൽ കോൺഫെഡറേഷൻ കപ്പ് ബ്രസീലിന് നേടിക്കൊടുത്ത്, റൊണാൾഡോ ആണെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിന് യൂറോ കപ്പ് നേടിക്കൊടുത്ത്, അപ്പോഴും മെസ്സിക്കൊന്നുമില്ല. ഈ ഒരു 3 ഫോട്ടോ വെച്ചിട്ട് മെസ്സിൻ്റെ ഫോട്ടോൻ്റെ അടുത്തൊരു വായക്കണ്ടോ അങ്ങനെ എന്തോ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മെസ്സിനെ ഒരുപാട് ട്രോളി. ഏതായാലും വർഷങ്ങളോളം അർജൻറ്റീന ഫാൻസിനും ഒന്ന് ആശ്വസിക്കാൻ പോലും ഒരു ട്രോഫി ഇല്ലാത്ത സാഹചര്യങ്ങൾ, കളിയാക്കലുകൾ സഹിച്ച സാഹചര്യങ്ങളൊക്കെ കടന്നു വന്ന് കിട്ടിയപ്പോൾ ഒരു 1.5 പെരുന്നാൾ, അവസാനമില്ലാത്ത പെരുന്നാൾ ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അർജൻറ്റീനക്ക്. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ടൂർണമെൻറ്റുകളിലും അർജൻറ്റീന കളിക്കുന്നുണ്ടെങ്കിൽ അവർ അവിടെ ചാമ്പ്യന്മാരായിട്ടല്ലാതെ ഇപ്പോൾ അവിടുന്ന് പോരുന്നില്ല. കോപ്പ അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്യൻ ചാമ്പ്യന്മാരോട് മത്സരിക്കുന്ന മത്സരമായിക്കോട്ടെ, വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ഏത് ടൂർണമെൻ്റ് ആണെങ്കിലും അർജൻറ്റീനയാണ് ഇപ്പോൾ അർജൻറ്റീന കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഫുട്ബോളിലെ ഒരു രാജ്യാന്തര ടീം. ആ ഒരു ലെവലിൽ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. മെസ്സിൻ്റെ പിൻഗാമികൾ ഇപ്പോൾ ഡീപോൾ പറഞ്ഞ മാതിരി മെസ്സിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ഒരു അണികളാണ് ഞങ്ങൾ, അത് മെസ്സിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. മെസ്സിൻ്റെ ഫോട്ടോകൾ മാധ്യമങ്ങളുടെ ഫ്രണ്ട് വശത്ത് വരുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഡീപോളിൻ്റെ പ്രസ്താവന.
അതുപോലെ തന്നെയാണ് ടീമിലുള്ള എല്ലാ താരങ്ങളെയും മെസ്സിനെ കാണുന്നത്. മെസ്സിക്ക് വേണ്ടി കളിച്ചുങ്ങാണ്ട് നേടി എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. മെസ്സിക്ക് വേണ്ടിയിട്ട് നേടി എന്നുള്ളത് അതുതന്നെയാണ് വേണ്ടതും. കാരണം മെസ്സിനെ പോലത്തെ ഒരു താരം ഒരു ട്രോഫി ഇല്ലാതെ, ഒരു രാജ്യാന്തര ട്രോഫി കിട്ടാതെ, മറ്റുള്ള എല്ലാ റെക്കോർഡുകളും നേടിയിട്ട് അത് കിട്ടാതെ വിരമിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. കുറച്ച് മുന്നേ ഏത് വേൾഡ് കപ്പാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 2014 ബ്രസീൽ വേൾഡ് കപ്പാണോ 2018 റഷ്യൻ വേൾഡ് കപ്പാണോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. 2014 തോന്നുന്നുണ്ട്. അന്ന് അർജൻറ്റീന അന്ന് തോറ്റപ്പോൾ മസ്കരാനോ, അഗ്യോറോ, മെസ്സി അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് താരങ്ങൾ ഒരുമിച്ച് വിരമിക്കൽ പ്രഖ്യാപിച്ചൊരു സാഹചര്യം ഉണ്ടായല്ലോ, തോൽവിയുടെ ഭാരം താങ്ങാതെ. എന്നിട്ട് മെസ്സി തിരിച്ചു വന്ന് മസ്കരാനോ അങ്ങനെയുള്ള ഓരോ താരങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഫൈനൽ, ഇപ്പോൾ ചിലിനോട്ടൊക്കെ കോപ്പ അമേരിക്ക കണ്ടിന്യൂസ് ആയിട്ട് തോൽക്കും, ചിലപ്പോൾ പെനാൽറ്റിയിലേക്കാനും ഭാഗ്യക്കേടിൻ്റെ അങ്ങേ അറ്റെന്ന് പറയാം. ആ ഒരു സമയങ്ങളിലൊക്കെ അർജൻറ്റീനക്ക് ആ ഒരു സാഹചര്യമൊക്കെ കടന്നു വന്നപ്പോൾ അന്നൊക്കെ വിരമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മെസ്സിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്താണ്? ഇത്രയും നല്ലൊരു ലെജൻഡിന്, എല്ലാം നേടിയിട്ടുള്ള ഒരു ലെജൻഡിന് ഒരു രാജ്യാന്തര ട്രോഫി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് നേടിക്കൊടുക്കാൻ കഴിയാതെ വിരമിക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താ? അപ്പോൾ ഏതായാലും കിട്ടിയത് മാത്രമല്ല 2, 3, 4 വിരലിലെണ്ണാവുന്നതിനപ്പുറം കിട്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ മേലെ കയറി ട്രോഫികളുടെയൊക്കെ കാര്യത്തിൽ. ഇപ്പോൾ ഏതായാലും മെസ്സിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 1074 മത്സരങ്ങൾ കരിയറിൽ പൂർത്തിയാക്കിയിട്ട് 1218 ഗോളുകളിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 195 വ്യക്തിഗത അവാർഡുകളും 46 കിരീടങ്ങളും ടോട്ടലി അദ്ദേഹം നേടിയിട്ടുള്ളതാണ്. ടോട്ടൽ കിരീടങ്ങളുടെ കണക്കെടുത്താൽ ഫുട്ബോൾ ലോകത്തുള്ള കണക്കുകളിൽ, നിലവിലുള്ള താരങ്ങളുടെ കണക്കുകളിൽ 1-ാം സ്ഥാനത്ത് ലയണൽ മെസ്സിയാണ്. ക്ലബിന് ബാഴ്സയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അർജൻറ്റീനക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഇൻ്റർ മിയാമി, നമുക്കറിയാം അവർ മെസ്സി സൈൻ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ടേബിളിൽ എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാം. അന്ന് അദ്ദേഹം ആ ഒരു ടീമിൽ സൈൻ ചെയ്യുമ്പോൾ ആ ലീഗിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അങ്ങനെ ഒരു ലീഗ് നിലവിലുണ്ടോ, അങ്ങനെ ഒരുപാട് ചർച്ചകൾ അദ്ദേഹത്തെ ട്രോളിയിട്ടും കളിയാക്കിയിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോകോത്തര താരം ഇതുപോലുള്ള ചെറിയ ലീഗ് പോയിട്ട് സൈൻ ചെയ്യുമ്പോൾ, ക്രിസ്ത്യാനോ ഫസ്റ്റ് അൽ നസർ പോകുമ്പോൾ എന്ത് ചെയ്യുന്ന അവസ്ഥ, നമ്മാതിരി തന്നെ അതിനെക്കാട്ടിലും താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു MLS മെസ്സി പോകുമ്പോഴുള്ളൊരവസ്ഥ. അവിടെ എത്തുമ്പോൾ ആ ഒരു ടീമിൻ്റെ, ആ ലീഗിൽ ആ ടീമിൻ്റെ ഒരു അവസ്ഥ എത്രയും പരിതാപകരമായിരുന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് അവിടെ ഇല്ലാത്തൊരു കിരീട ദാരിദ്ര്യം മെസ്സി 2 ദിവസം മുന്നേ തീർത്ത് കൊടുത്ത് അവർ ഒരു കിരീടം നേടി. മെസ്സിൻ്റെ കീഴിൽ 34 മത്സരങ്ങളിൽ 30 ഗോളോ എന്തൊക്കെ ഒരു ലെവലിൽ മെസ്സി സ്കോർ ചെയ്ത് മെസ്സി അവിടെ എത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ലെവൽ കാണിച്ചു എന്നുള്ളതാണ്. ഏതായാലും ലോകോത്തര ലെജൻഡ് നമുക്കൊന്നും ഇതുപോലുള്ളൊരു താരത്തെ ഇനി ഈ തലമുറകളിൽ കാണാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ക്ലബിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും ഏതൊരു വ്യക്തിഗത അവാർഡുകൾ കാണുന്നുണ്ടെങ്കിലും തൻ്റേതായിട്ടുള്ള മുദ്ര അവിടെ ചാർത്തിയിട്ടുള്ള ഒരു താരമാണ് മെസ്സി. ആ ലെവലുള്ള ഒരു താരമൊക്കെ അതിൻ്റെയൊക്കെ പുറത്ത് സ്വഭാവശൈലി ഒരു താരത്തെയും പ്രകോപിപ്പിക്കാതെ വലിയ രീതിയിലുള്ള, ഇപ്പം നമുക്കറിയാം ഒരുപാട് താരങ്ങൾ മുന്നേറ്റ താരമാണെന്നുണ്ടെങ്കിലും ബാക്ക് ലൈനിൽ കളിക്കുന്ന താരമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പലപ്പോഴും പരിധി വിട്ട് പ്രകോപിതനാവും. ആ ഒരു ലെവലൊന്നും ഇല്ലാതെ ഒരു സൗമ്യമായിട്ടുള്ള സ്വഭാവം മൂലം, അതുപോലെ അതിനെക്കാട്ടിലുപരി അദ്ദേഹത്തിൻ്റെ കാര്യമുള്ള കളി എല്ലാം കൊണ്ടും ഒരു ഒത്തിണങ്ങിയ ഒരു താരം നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇനി പിറക്കുമോ എന്നുള്ളത് ഇനി കാത്തിരിഞ്ഞിട്ട് പോകണം. ഇപ്പോൾ നിലവിലുള്ളത് ഹാളണ്ട്, വിനീഷ്യസ്, എംബാപ്പെ പോലുള്ള നമ്മളെ യാമിൻ യമാൽ പോലുള്ള താരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള തലമുറയിലെ താരങ്ങൾ. അവരുടെയൊക്കെ കരിയർ തുടങ്ങിയിട്ടുള്ളൂ. ഇനി അവർ കരിയർ അവസാനിപ്പിക്കുന്നു, ക്രിസ്ത്യാനോ പറഞ്ഞ മാതിരി കരിയർ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരുപാട് താരങ്ങൾ ഇപ്പോൾ ബ്രസീൽ ടീമിനെ തന്നെ എടുത്താൽ തന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇവരൊക്കെ കരിയർ തുടക്കത്തിൽ നല്ല പേര് കേൾപ്പിക്കും, നല്ല പെർഫോമൻസ് ആക്കണം, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പലർക്കും കഴിയാറില്ല. ഒരുപാട് താരങ്ങൾ ബ്രസീലിനെ തന്നെ മാത്രം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് താരങ്ങൾ ഇപ്പോൾ വന്നു പോയി. നെയ്മറിന് പകരക്കാരനാണ്, നല്ല താരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസീലിലെ ഏതെങ്കിലുമൊക്കെ ലീഗിൽ പക്കാ ഫോമിൽ കളിച്ചിട്ട് വരും, എന്നിട്ട് നെയ്മറിൻ്റെ പകരക്കാരനാണെന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ നെയ്മർ വന്നതിന് ശേഷം നെയ്മറിനെ പോലത്തൊരു പകരക്കാരനെ ബ്രസീൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ബ്രസീലിന് ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു കുറവാണ് ഇപ്പോൾ ബ്രസീൽ നാഷണൽ ടീമിന് ജേഴ്സി ഇട്ട് കളിക്കുമ്പോൾ ആ ഒരു ടീമിന് ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥ.
ഒരു മത്സരങ്ങൾക്കും പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഇല്ലല്ലോ. അപ്പോൾ പുതിയ താരം ബ്രസീലിന് ഉദയം ചെയ്തിട്ട് വേണം. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നിലവിലുള്ള തലമുറ ഇവരൊക്കെയാണ്. റൊണാൾഡോ, മെസ്സി, നെയ്മർ പോലുള്ള തലമുറയൊക്കെ ഏകദേശം കരിയർ എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെസ്സിയെ പോലത്തെ ഒരു താരമൊക്കെ ഇനി ഉദയം ചെയ്തിട്ട് വേണം. ഉദയം ചെയ്യുമോ എന്നും നമുക്കറിയില്ല. ഏതായാലും ഇപ്പോൾ മെസ്സിൻ്റെ കരിയർ ഇങ്ങനെയാണ്. 46 കിരീടങ്ങൾ അദ്ദേഹം നേടിക്കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ കംപ്ലീറ്റ് ഫുട്ബോളറായിട്ട് ഇപ്പോഴും MLS-ലും അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുകയാണ്. അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണം. അദ്ദേഹം ഉണ്ടാവണം. എന്നാലേ നമുക്കിതിനൊക്കെ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ആവേശത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലേ.